നോഹയുമായുള്ള ദൈവത്തിന്റെ കരാർ. പിന്നെ ദൈവം നോഹയെയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചു. അവൻ അവരോട് പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ മനുഷ്യരാൽ നിറയ്ക്കുക. ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ സകല പക്ഷികൾക്കും ഭൂമിയിൽ ഇഴയുന്ന സകല ജീവികൾക്കും കടലിലെ സകല മത്സ്യങ്ങൾക്കും നിങ്ങളെക്കുറിച്ചുള്ള ഭയമുണ്ടാകും. ഞാൻ അവയെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ചലിക്കുന്നതും ജീവിക്കുന്നതുമായ എല്ലാം നിങ്ങൾക്ക് ഭക്ഷണമായിരിക്കും. പച്ചസസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം തരുന്നു. രക്തത്തോടുകൂടി മാംസം മാത്രം ഭക്ഷിക്കരുത്, കാരണം അതിൽ ജീവനുണ്ട്. നിങ്ങളുടെ രക്തത്തിന് നിങ്ങളുടെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും. ഒരാളെ കൊല്ലുന്ന എല്ലാ മൃഗത്തോടും മറ്റൊരാളെ കൊല്ലുന്ന എല്ലാ വ്യക്തിയോടും ഞാനത് ചോദിക്കും. ആരെങ്കിലും മറ്റൊരാളെ കൊല്ലുന്ന എല്ലാ വ്യക്തിയോടും ഞാൻ അവന്റെ ജീവനോട് ചോദിക്കും. ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയുന്നുവെങ്കിൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയപ്പെടും. കാരണം ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ നിറയ്ക്കുക. പിന്നെ ദൈവം നോഹയോടും പുത്രന്മാരോടും പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിങ്ങളോടും നിങ്ങളുടെ പിൻഗാമികളോടും നിങ്ങളോടൊപ്പമുള്ള എല്ലാ ജീവജാലങ്ങളോടും പക്ഷികളോടും കന്നുകാലികളോടും കാട്ടുമൃഗങ്ങളോടും കാട്ടിലെ സകല മൃഗങ്ങളോടും എല്ലാ ജീവജാലങ്ങളോടും എന്റെ നിയമം ചെയ്യുന്നു. ഭൂമിയിലുള്ള നിങ്ങളോടൊപ്പം പെട്ടകത്തിൽ നിന്ന് പുറത്തുവന്ന് ദൈവം ഞാൻ നിങ്ങളോട് എന്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു. ഇനിയൊരിക്കലും ഒരു ജലപ്രളയത്തിലെ വെള്ളം എല്ലാ ജഡത്തെയും നശിപ്പിക്കുകയില്ല. ഇനിയൊരിക്കലും ഭൂമി ഒരു വെള്ളപ്പൊക്കത്താൽ നശിപ്പിക്കപ്പെടുകയുമില്ല. ദൈവം പറഞ്ഞു, എനിക്കും നിങ്ങൾക്കും നിങ്ങളോടൊപ്പമുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമിടയിൽ ഞാനുണ്ടാക്കിയ ഉടമ്പടിയുടെ അടയാളമാണിത്. മേഘങ്ങളിൽ ഞാൻ സ്ഥാപിച്ച മഴവില്ല് എനിക്കും ഭൂമിക്കുമിടയിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മുകളിലൂടെ മേഘങ്ങളെ കൊണ്ടുവരുമ്പോഴും അവയിൽ മഴവില്ല് കാണപ്പെടുമ്പോഴും എനിക്കും നിങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കുമിടയിലുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും. എല്ലാ ജഡത്തെയും നശിപ്പിക്കാൻ ഇനിയൊരിക്കലും ഒരു വെള്ളപ്പൊക്കമുണ്ടാകില്ല. മേഘങ്ങളിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാനത് കാണുകയും ദൈവവും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള നിത്യ ഉടമ്പടി ഓർക്കുകയും ചെയ്യും. ദൈവം നോഹയോട് പറഞ്ഞു, എനിക്കും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കുമിടയിൽ ഞാനുണ്ടാക്കിയ ഉടമ്പടിയുടെ അടയാളമാണിത്. 1. പ്രളയത്തിന് ശേഷം മനുഷ്യരുടെ ഭക്ഷണക്രമത്തിൽ ദൈവം എന്തു മാറ്റങ്ങൾ വരുത്തി? 2. ദൈവം തന്റെ വാക്ക് പാലിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നത് എന്താണ്? ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കിടുക.